ചേച്ചി, ഇതൊക്കെ നോക്കിയേ, നല്ല ഭംഗിയില്ലേ? കൊള്ളാലോ. 2 മാസം ഇനി ഇതൊക്കെ കാട്ടിലിട്ട് വെക്കാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ എങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് ആലോചിക്കുന്നത്. നിനക്കിതൊക്കെ വേണോ? അപ്പൊ കാർഗോ ഫോഴ്സിനെ കോൺടാക്ട് ചെയ്യേ. കാഗോ ഫോസോ? അതെ, ഇതുപോലെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണോ? നാട്ടിലേക്ക് എങ്ങനെ സാധനങ്ങൾ അയക്കും, നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എങ്ങനെ സാധനങ്ങൾ അയക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് അതിനായി കാർഗോ ഫോഴ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവർ വളരെ ചീപ്പായിട്ടും സേഫ് ആയിട്ടും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നതാണ്. ഇവരുടെ ചാർജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 4 pounds per kg മാത്രമാണ്. ഇവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു തരത്തിലുള്ള എക്സ്ട്രാ ചാർജസും ഇവർ ഈടാക്കുന്നതല്ല. അതുപോലെ തന്നെ ഇവരുടെ മിനിമം റിക്വയർമെന്റ് 10 kgs വേണം എന്നുള്ളതാണ്. ഇവർക്ക് ഡോർ ടു ഡോർ സർവീസസും ഉണ്ട്. ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ദം, ജസ്റ്റ് ചെക്ക് ഔട്ട് മൈ ഡിസ്ക്രിപ്ഷൻ. ചേച്ചി, ഇതൊക്കെ നോക്കിയേ, നല്ല ഭംഗിയില്ലേ? കൊള്ളാലോ. 2 മാസം ഇനി ഇതൊക്കെ കാട്ടിലിട്ട് വെക്കാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ എങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് ആലോചിക്കുന്നത്. നിനക്കിതൊക്കെ വേണോ? അപ്പൊ കാർഗോ ഫോഴ്സിനെ കോൺടാക്ട് ചെയ്യേ. കാഗോ ഫോസോ? അതെ, ഇതുപോലെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണോ? നാട്ടിലേക്ക് എങ്ങനെ സാധനങ്ങൾ അയക്കും, നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എങ്ങനെ സാധനങ്ങൾ അയക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് അതിനായി കാർഗോ ഫോഴ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവർ വളരെ ചീപ്പായിട്ടും സേഫ് ആയിട്ടും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നതാണ്. ഇവരുടെ ചാർജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 4 pounds per kg മാത്രമാണ്. ഇവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു തരത്തിലുള്ള എക്സ്ട്രാ ചാർജസും ഇവർ ഈടാക്കുന്നതല്ല. അതുപോലെ തന്നെ ഇവരുടെ മിനിമം റിക്വയർമെന്റ് 10 kgs വേണം എന്നുള്ളതാണ്. ഇവർക്ക് ഡോർ ടു ഡോർ സർവീസസും ഉണ്ട്. ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ദം, ജസ്റ്റ് ചെക്ക് ഔട്ട് മൈ ഡിസ്ക്രിപ്ഷൻ.